സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകോന നവതി തമോധ്യായ. ഇന്ന് 89ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ത്രിമൂർത്തികളിൽ വച്ച് ഏറ്റവും മഹാൻ ആരാണ് എന്നുള്ള ഒരു തർക്കം സരസ്വതി നദീതീരത്ത് വച്ച് മഹർഷിമാർ നടത്തിയ ഒരു സത്രത്തിലുണ്ടായി. അപ്പൊ ഇത് പരീക്ഷിക്കാൻ ഭൃഗു മഹർഷിയെ അവർ ചുമതലപ്പെടുത്തി. ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. അപ്പൊ ബ്രഹ്മാവിനെ നമസ്കരിക്കാതെ അവിടെ ചെന്ന് കയറിയിരുന്നു. അപ്പൊ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ഉടനെ തന്നെ ഭൃഗു മഹർഷി അവിടെ നിന്ന് പോയി ശിവന്റെ അടുത്ത് പോയി. അപ്പൊ ശിവൻ എന്ത് ചെയ്തു? വേഗം ചെന്ന് തന്റെ സഹോദരനാണല്ലോ കെട്ടിപ്പിടിക്കാൻ നോക്കി. അപ്പോൾ പറഞ്ഞു, നീ ശ്മശാനത്ത് ജീവിക്കുന്നവനാണ്, അസ്ഥിയൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശിവന് ദേഷ്യം വന്ന് ശിവൻ ത്രിശൂലമെടുത്ത് കൊല്ലുവാൻ ഓങ്ങി. പാർവതി വന്ന് തടഞ്ഞു. അപ്പോ ശിവനും കോപം അടക്കാൻ സാധിച്ചില്ല. അങ്ങനെ വിഷ്ണുവിന്റെ അടുത്തെത്തി. ഭൃഗുമഹർഷി ചെന്നപ്പോൾ വിഷ്ണു ലക്ഷ്മിയുടെ മടിയിൽ തലവഴിച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. മഹർഷി വന്നത് അറിഞ്ഞില്ല. ഉടനെ മഹർഷിക്ക് ദേഷ്യം വന്നു. മഹർഷി എന്ത് ചെയ്തു? വിഷ്ണുവിന്റെ മാറത്ത് ചവിട്ടി. വിഷ്ണു പെട്ടെന്ന് ചാടി എണീറ്റ് മഹർഷിയുടെ കാലിൽ വീണു ദണ്ഡനമസ്കാരം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് വേദനിച്ചോ എന്ന് പറഞ്ഞ് അങ്ങയുടെ അദ്ദേഹത്തിന്റെ കാലെടുത്ത് തടവി കൊടുത്തു. അപ്പൊ ഭൃഗു മഹർഷി തിരിച്ചു ചെന്ന് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാവിഷ്ണു തന്നെയെന്ന്. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുവാച സരസ്വത്യാസ്തടേ രാജൻ ഋഷയാ തത്രമാസദാം വിതർക്ക സമഭൂത്തേഷാം ത്രിഷു അധീഷു കോ മഹാൻ. സരസ്വത്യാഹ തടേ രാജൻ ഋഷയഃ സത്രം ആസദ. രാജൻ രാജാവേ, സരസ്വതിയുടെ തടേ തീരത്തിൽ ഋഷിമാർ സത്രം ആസദ, സത്രത്തെ അനുഷ്ഠിച്ചു. ഒരു സത്രം സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് ഋഷിമാർ നടത്തി. ത്രിഷു അധീശേഷു, ഈശ്വരന്മാരായ 3 പേരിൽ വെച്ച്, അതായത് ത്രിമൂർത്തികൾ വെച്ച്, കഹാമഹാൻ, ആരാകുന്നു മഹാനെന്ന് വിതർക്കഹ, വാദം, തേഷ, അവർക്ക് സമഭൂതുണ്ടായി. അപ്പൊ ആ സത്രത്തിൽ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്നുള്ള ഒരു തർക്കമുണ്ടായി. ശ്രീശുവാച സരസ്വത്യാസ്തടേ രാജൻ ഋഷയസത്രമാസദ വിതർക്ക സമഭൂത്തേഷാം ത്രിഷു അധീശേഷു കോ മഹാൻ. ശ്ലോകം 2. തസ്യ ജിജ്ഞാസയാ തേ വൈ ഭൃഗും ബ്രഹ്മസുതം നൃപ തജ്ഞപ്ത്യൈ പ്രേക്ഷയാമാസു സോഭ്യഗാത് ബ്രഹ്മണ സഭാം. അവർ തസ്യ, അതിന്റെ ജിജ്ഞാസയ, അതറിയാനുള്ള ആഗ്രഹത്താൽ, അതായത് ത്രിമൂർത്തികൾ വെച്ച് ഏറ്റവും മഹാൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹത്താൽ, നൃപഹേ രാജാവേ, ബ്രഹ്മസുതം, ബ്രഹ്മപുത്രനായ ഭൃഗുവിനെ തജ്ഞപ്തിയെ, അതിന്റെ അറിവിനായിക്കൊണ്ട് പ്രേക്ഷയാമാസു, പറഞ്ഞയച്ചു. ഭൃഗു മഹർഷിയാണ് ഇതറിയാൻ വേണ്ടി പറഞ്ഞയച്ചത്. സഹാവൻ ബ്രഹ്മാവിന്റെ സഭയെ അഭിഗമിച്ചു. അപ്പൊ അത് പരീക്ഷിക്കാൻ ആദ്യമായിട്ട് ഭൃഗു എവിടെ പോയി? ബ്രഹ്മാവിന്റെ സഭയിലാണ് പോയത്. ബ്രഹ്മലോകത്തേക്ക് പോയി. തസ്യ ജിജ്ഞാസയാ തേ വൈ ഭൃഗും ബ്രഹ്മസുതം നൃപ
തജ്ഞപ്തി പ്രേഷയാമാസു സോഭ്യഗാത് ബ്രഹ്മണ സഭാം. ശ്ലോകം 3. ന തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാ തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സേന തേജസാം. സ തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാ. സത്വത്തെ പരീക്ഷിക്കാൻ വേണ്ടി, അതായത് സത്വഗുണം ആർക്കാണ് കൂടുതൽ ഉണ്ടെന്നറിയാൻ വേണ്ടി തസ്മൈ അവനായിക്കൊണ്ട് പ്രഹ്വണം നമസ്കാരത്തെയും സ്തോത്രത്തെയും ഞാൻ ചക്രേ ചെയ്തില്ല. അപ്പോ ഭൃഗുമഹർഷി ചെന്ന് അച്ഛനാണല്ലോ, അപ്പോ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ പ്രശംസിച്ച് പറയുകയോ ഒന്നും ചെയ്യാതെ അവിടെ ചെന്നങ്ങിരിപ്പം പിടിച്ചു. ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണൻ ബ്രഹ്മാവ് സേന തേജസ സ്വതേജസ് കൊണ്ട് പ്രജ്വലൻ ജ്വലിക്കുന്നവനായിട്ട് തസ്മൈ അവനായിക്കൊണ്ട് ക്രോധിച്ചു. ബ്രഹ്മാവിന് ദേഷ്യം വന്നു. തന്റെ മകനാണ്, ഒരാദരവുമില്ലാതെ ഓടി വന്നിരിക്കുകയാണ്, നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിന് ദേഷ്യം വന്നു. തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാ തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സേന തേജസാം. ശ്ലോകം 4. സാ ആത്മന്യുത്ഥിതം മന്യും ആത്മജായാത്മനാ പ്രഭു അശീശമത്യതാ വന്യം സ്വയോന്യാവാരിണാത്മഭൂ. സഹ ആത്മനി ഉത്ഥിതം മന്യും ആത്മജായ ആത്മനാ പ്രഭു. ആത്മജായ തന്റെ പുത്രന്റെ നേർക്ക് ആത്മനി മനസ്സിൽ ഉത്ഥിതം ഉണ്ടായ മഞ്ഞു കോപത്തെ പ്രഭു സ ആത്മഭൂ ശക്തനായ ബ്രഹ്മാവ്. അപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. ചുട്ടു ചാമ്പലാക്കാൻ വരെയുള്ള അഗ്നി ഉണ്ടായി. അപ്പം ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു? വന്യം ആ അഗ്നിജ്വാലയെ, ആ ദേഷ്യമാകുന്ന അഗ്നിയെ, സ്വയോന്യാം അതിൽ നിന്നുണ്ടായ വാരുണായത, അപ്പം വെള്ളം കൊണ്ടെന്ന പോലെ. അപ്പൊ അഗ്നി കത്തുമ്പോൾ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ അശീശമൻ തന്റെ ഉള്ളിൽ നിന്ന് വന്ന ക്രോധത്തെ ബ്രഹ്മാവ് താനെ ശമിപ്പിച്ചു. സാ ആത്മന്യുത്ഥിതം മന്യും ആത്മജായാത്മനാ പ്രഭു അശീശമത്യതാ വന്യം സ്വയോന്യാവാരിണാത്മഭൂ. ശ്ലോകം 5. തഥ കൈലാസമഗമാത് സതം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ഉത്ഥായ പ്രാതരം മുദാ. തതഃ കൈലാസം അഗമത് സഹ തം ദേവോ മഹേശ്വര. തതഃ അനന്തരം കൈലാസത്തെ അഗമത് ഗമിച്ചു. അപ്പൊ അടുത്ത ശിവന്റെ അടുത്തേക്ക് പോയി, കൈലാസത്തേക്ക് പോയി. സഹ മഹേശ്വര ദേവ, ആ മഹേശ്വരനായ ദേവൻ ഉത്ഥായ എഴുന്നേറ്റിട്ട് പ്രാതരം യഥ സഹോദരനെ എന്ന പോലെ തം അവനെ മുത സന്തോഷത്തോടുകൂടി പരിരബ്ധു ആലിംഗനം ചെയ്തു. അതായത് ശിവനും ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പ്രഭുവും ബ്രഹ്മാവിന്റെ മകൻ തന്നെ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ എന്ന പോലെ അവനെ ആലിംഗനം ചെയ്യാൻ സന്തോഷത്തോടുകൂടി സമാരഭെ പുറപ്പെട്ടു. തഥ കൈലാസമഗമത് സതം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ഉത്ഥായ പ്രാതരം മുദാ. ശ്ലോകം 6. നൈച്ഛത്തം അസ്യോ ഉത്പതക ഇതി ദേവ ചുഗോപഹ ശൂലം ഉദ്യമ്യ തം ഹന്തും ആരേഭേ തിക്മലോചന. ന ഐശ്ചത്വം അസി ഉത്പതക ഇതി ദേവ ചുഗോപഹ ശൂലമുദ്യമ തം ഹന്തും ആരേഭേ തിക്മലോചന. അപ്പൊ സഹോദരനെ കെട്ടിപ്പിടിക്കാൻ ആലിംഗനം ചെയ്യാൻ ശിവൻ വന്നപ്പോൾ ഭൃഗു എന്തോന്ന് പറഞ്ഞു? ത്വം നീ ഉത്പതക മാർഗം തെറ്റി നടക്കുന്നവനാണ്. ഇതി എന്ന് പറഞ്ഞിട്ട് നായിച്ച ഇഷ്ടപ്പെട്ടില്ല. അതായത് ശ്മശാനത്തിൽ വസിക്കുന്നു, അസ്ഥിമാല ധരിക്കുന്നു, ഇപ്രകാരം മാർഗം തെറ്റി നടക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ ആലിംഗനം ചെയ്യണ്ട എന്ന് പറഞ്ഞു. ന ഐച്ഛത് അത് ഇഷ്ടപ്പെട്ടില്ല. ദേവൻ ശിവൻ ചുകോപ കോപിച്ചു. കഷ്ടം. തിക്മലോചന തീഷ്ണമായ കണ്ണുകളോട് കൂടിയവനായി
ശൂലം ഉദ്യമ, ശൂലത്തെ ഉയർത്തി തം അവനെ ഹന്തും കൊല്ലുവാനായിക്കൊണ്ട് ആരംഭിച്ചു. അപ്പൊ ഇവ ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് ശൂലം എടുത്ത് ഭൃഗുവിനെ കൊല്ലുവാനായിട്ട് ശിവൻ ഒരുങ്ങി. നൈച്ചത്വം അസ്യ ഉത്പതക ഇതി ദേവച്ചു ഗോപഹ ശൂലമുദ്യമ തം ഹന്തും ആരേഭേ തിഗ്മലോചന. ശ്ലോകം 7. പതിത്വാ പാദയോർദേവി സാന്ത്വയാമാസ തം ഗിര അധോ ജഗാമ വൈകുണ്ഠം തത്ര ദേവോ ജനാർദ്ദന. പതിത്വാ പാദയോഹോ ദേവി പാർവതി പാദയോഹോ പാദങ്ങൾ പതിത്വ വീണു. ഇത് കണ്ട് ശിവന്റെ കോപം കണ്ട് ദേവി എന്ത് ചെയ്തു? പെട്ടെന്ന് പാദങ്ങൾ വീണ് ഗിര വാക്കുകൊണ്ട് തം അവനെ സാന്ത്വയാമാസ സമാധാനപ്പെടുത്തി, ശിവനെ സമാധാനപ്പെടുത്തി. അതോ അനന്തരം വൈകുണ്ഠത്തെ ജഗാമ. അപ്പൊ ഭൃഗു എന്ത് ചെയ്തു? ആ ജീവൻ കിട്ടിയല്ലോ, പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി. എത്ര യാതൊന്നിൽ ജനാർദ്ദനക ശത്രുക്കളെ ഹനിക്കുന്ന ദേവൻ ഇരിക്കുന്നുവോ ആ വൈകുണ്ഠത്തിൽ എത്തി. അപ്പോൾ പാർവതി ദേവി ശിവന്റെ പാദങ്ങൾ വീണ് നമസ്കാരം ചെയ്തപ്പോൾ ശിവന്റെ കോപം ശമിച്ചു. പിന്നെ ഭൃഗു എന്ത് ചെയ്തു? അവിടെ നിന്ന് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തേക്ക് പോയി. പതിത്വാ പാദയോർ ദേവി സാന്ത്വയാമാസ തം ഗിര അധോ ജഗാമ വൈകുണ്ഠം എത്ര ദേവോ ജനാർദ്ദന. ശ്ലോകം 8. ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യ താടയത് തത ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സതാം ഗതി. ശയാനം ശ്രിയഃ ഉത്സംഗേ, ശ്രീദേവിയുടെ ഉത്സംഗേ മടിയിൽ, ശയാനം ശയിക്കുന്നവന് ലക്ഷ്മി ദേവിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോ വിഷ്ണു അറിഞ്ഞില്ല, ഭൃഗു വന്നത് അറിഞ്ഞില്ല. അപ്പോൾ ഭൃഗു എന്ത് ചെയ്തു? വക്ഷസി മാറിൽ കാൽ കൊണ്ട് ആ താടിച്ചു ഒരു ചവിട്ട്, വിഷ്ണുവിന്റെ മാറത്ത് കാലുകൊണ്ട് ഒരു ചവിട്ട്. തതഹ അനന്തരം സദാംഗതി സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായ ഭഗവാൻ വിഷ്ണു ലക്ഷ്മ്യാസക ലക്ഷ്മിയോടുകൂടി ഉത്ഥായ, പെട്ടെന്ന് ഭഗവാൻ എന്ത് ചെയ്തു? ലക്ഷ്മിയോടുകൂടി പെട്ടെന്ന് ചാടി വീണ് എണീറ്റു, ഭവ്യതയോടെ എണീറ്റു. ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യ താടയത് തത ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സദാം ഗതി. ശ്ലോകം 9. തൽപാദ അവരുഹ്യാത നനാമശിരസാമുനി ആഹത്തെ സ്വാഗതം ബ്രഹ്മൻ നിഷീദാത്ര ആസനേക്ഷണം അജാനതാം ആഗതാൻ വാ ക്ഷന്തും അർഹത ന പ്രഭോ. സ്വതൽപാത് അവരുഹ്യാത, സ്വതൽപാത് തന്റെ ശയനത്തിൽ നിന്ന് അനന്തരം അവരുഹ്യ ഇറങ്ങിയിട്ട് ശിരസ് കൊണ്ട് മുനിയെ നനാമ നമസ്കരിച്ചു. അപ്പോ പെട്ടെന്ന് വിഷ്ണു അനന്തന്റെ പുറത്താണല്ലോ കിടക്കുന്നത്, അവിടുന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് ശിരസ് കൊണ്ട് മുനിയെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മൻ, ഏ ബ്രാഹ്മണോത്തമ, തേ അങ്ങയാൽ സ്വാഗതം, സുഖമായി ഇരിക്കുന്നുവോ? തത്ര ആസനെ, ഈ സിംഹാസനത്തിൽ ക്ഷണം, അല്പകാലം നിഷീത വസിച്ചാലും ആഗതാൻ ആഗമിച്ചവരായ വഹ നിങ്ങളെ അജാനതാം അറിയാത്തവരായ നഹ ഞങ്ങളുടെ അപരാധത്തെ പ്രഭുവായുള്ളവനെ ക്ഷമിക്കാനായിക്കൊണ്ട് അർഹന്മാരാകുന്നു എന്ന് ആഹ പറഞ്ഞു. അപ്പൊ വിഷ്ണു ഇറങ്ങി ദണ്ഡ നമസ്കാരം ചെയ്ത് ഭൃഗുവിനെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അയ്യോ അറിയാതെ ഉറങ്ങിപ്പോയതാണ്, അപരാധം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. സ്വതൽപാദവ അവരുഹ്യാതനാമശിരസാമുനിം ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദാത്ര ആസനേക്ഷണം അജാനതാമാഗതാൻ വാ ക്ഷന്തും അർഹത ന പ്രഭോ. ശ്ലോകം 10. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനെ ഇത്യുക്ത വിപ്രചരണൗ മർദ്ദയൻ സേനപാണിനാം. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനെ, ഹേ മഹാമുനെ, ഹേ താതാ, തേ അങ്ങയുടെ ചരണൗ പാദങ്ങൾ അതീവ കോമളവും ഏറ്റവും മൃദുലങ്ങളാണല്ലോ. ഇത് യുക്ത എന്ന് പറഞ്ഞിട്ട് വിപ്രചരണവും ബ്രാഹ്മണ പാദങ്ങളെ സേനപാണിന
സ്വന്തം കൈയാൽ മർദ്ദയൻ തലോടി. അയ്യോ, എന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് അങ്ങയുടെ മൃദുവായ പാദം മുറിഞ്ഞുവോ, എന്തെങ്കിലും പറ്റിയോ, ക്ഷതം പറ്റിയോ എന്ന് പറഞ്ഞ് ഭൃഗുവിന്റെ കാലിനെ എടുത്തു വെച്ച് തടവി. വേദനിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം കൈകൊണ്ട് തലോടി കൊടുത്തു. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനെ ഇത്യുക്താ വിപ്രചരണൗ മർദ്ദയൻ സ്വയന പാണിന. ശ്ലോകം 11. പുനീഹി സകലോകം മാം ലോകപാലാംശ മദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനാം തീർത്ഥകാരിണാം. പുനീഹി സഹലോകം മാം ലോകപാലാം ച മദ്ഗതാൻ പാദ ഉദകേന ഭവതഃ തീർത്ഥാനാം തീർത്ഥകാരിണ. തീർത്ഥാനാം തീർത്ഥകാരിണ, തീർത്ഥങ്ങളുടെ പരിശുദ്ധിയെ ചെയ്യുന്ന ഭവതഃ പാദോദകേന, അങ്ങയുടെ ആ പാദത്തിലെ വരുന്ന ജലത്താൽ, പാദം കഴുകുന്ന ജലത്താൽ സകലോകം ലോകങ്ങളോടുകൂടിയ മാം എന്നെയും മദ്ഗതാൻ എന്നിലിരിക്കുന്ന ലോകപാലാൻ ലോകപാലകന്മാരെയും പുനീഹി പരിശുദ്ധരാക്കിയാലും അങ്ങയുടെ ആ പാദത്തിൽ പാദം ക്ഷാളനം ചെയ്യുമല്ലോ, കഴുകുമല്ലോ, ആ വെള്ളം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ചാലും എന്നെയും മറ്റ് ലോകപാലകന്മാരെയും ശുദ്ധീകരിച്ചാലും. അതാണ് ആ വലിയവരുടെ വിനയം. ഈ അല്പന്മാർക്ക് ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറഞ്ഞ പോലെ അല്പന്മാരൊക്കെയാണ് കൂടുതൽ ദേഷ്യവും ഇതൊക്കെ പെട്ടെന്ന് വരുന്നത്. എന്നാൽ നല്ല ആൾക്കാർക്കാണെങ്കിൽ ക്ഷമയാണ്. ഇവിടെ വിഷ്ണുവിന് ക്ഷമയാണ്. ആ ബ്രഹ്മാവിനൊക്കെ ആണെങ്കിലോ വിഷ്ണുവിന്റെ അത്ര ഈശത്വമൊന്നുമില്ല. വിഷ്ണുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ ബ്രഹ്മാവിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നു, ശിവനും പെട്ടെന്ന് ദേഷ്യം വന്നു. പക്ഷേ എല്ലാ പേരുടെയും അധിപനായ ഈ വിഷ്ണു എന്ത് ചെയ്ത, വിഷ്ണുവിന് ദേഷ്യം വന്നില്ല. അതാണ് ആ സഹനശക്തി. അപ്പോ വൃക്ഷങ്ങൾ പറയൂലേ, വൃക്ഷങ്ങള് അതിന്റെ കൊമ്പ് കൊണ്ട് താഴ്ത്ത് നിൽക്കുമെന്ന് പറയില്ലേ, ആദരവ് കാണിക്കാനായിട്ട് ഫലങ്ങൾ കൂടുതലുള്ള കൊമ്പുകൾ താഴും. അതുപോലെ നമുക്കും അതുപോലെ തന്നെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ തല താഴണം. അല്ലാതെ അഹങ്കരിച്ച് മുകളിലോട്ടല്ല നിൽക്കേണ്ടത്, നമ്മുടെ തല താഴ്ന്നു വരണം. ആദരവ് കാണിക്കണം. മറ്റുള്ളവരോട് പഠിക്കും തോറും നമുക്ക് ആദരവ് കൂടുതൽ വരണം, മറ്റുള്ളവരോട് ആദരവ് വരണം. അല്ലാതെ ദേഷ്യഭാവമല്ല വരേണ്ടത്. മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കാതെ മറ്റുള്ളവരോട്, എല്ലാ പേരോടും ആദരവ് കാണിക്കണം. പുനീഹി സകലോകം മാം ലോകപാലാംശ മദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനാം തീർത്ഥകാരിണാം. ശ്ലോകം 12. അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യാ ആസമേകാന്ത ഭാജനം വത്സ്യതി ഉരസി മേ ഭൂതിർ ഭവത്പാദ ഹതാം ഹസാം. അദ്യ ഇപ്പോൾ അഹം ഞാൻ ഭഗവൻ, ഹേ ഭഗവാനായുള്ളവനെ, ലക്ഷ്മിയുടെ ഏകാന്ത ഭാജനം, ഏകാന്ത പാത്രമായിട്ട് ആ സംഭവിച്ചു. ഭവത് പാദഹത അംഹസ, ഭഗവാന്റെ പാദത്താൽ ഖനിക്കപ്പെട്ട പാപത്തോടുകൂടിയ, അതായത് അങ്ങയുടെ കാല് എന്റെ നെഞ്ചിൽ വെച്ചപ്പോൾ എന്റെ പാപങ്ങളെല്ലാം ഇല്ലാതായി. വിഷ്ണുവിന് പാപം വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ വിഷ്ണു എന്തായത് വിനയാന്വിതനാവുകയാണ് അവിടെ. വിഷ്ണുവിനൊരു പാപവും ഇല്ല. എങ്കിലും ആ ബ്രാഹ്മണരോട് കാണിക്കുന്ന ആദരവിനെ പ്രകടിപ്പിക്കാനാണ് ഇത് പറയുന്നത്. ഇങ്ങനെയാണ് നാമും മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. അപ്പൊ പറയാണ്, എന്റെ മാറിൽ ഭൂതി ലക്ഷ്മി വസ്യതി, വസിക്കും. അപ്പൊ അങ്ങ് ചവിട്ടിയത് കൊണ്ട് എന്റെ ആ മാറിൽ എപ്പോഴും ലക്ഷ്മി വസിക്കും. ഇപ്പൊ ഭൃഗു ചവിട്ടിയ പാട് എപ്പോഴും ഭഗവാന് ഭൂഷണമായിട്ട് ഇരിക്കും എന്ന് പറയുകയാണ്. ആ ഭഗവാന്റെ മാറിലുള്ള അടയാളം ശ്രീവത്സം എന്ന് പറയും. അത് ആ ഭക്തൻ രക്ഷണാർത്ഥമാണ്. ആ ഭക്തന്മാരെ മാനിക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഭഗവാൻ അതുകൊണ്ട് നടക്കുന്നത്. ശ്രീവത്സം എന്ന മറുക് ഭഗവാന്റെ മാറിലുണ്ട്. ഇത് ഭൃഗു മഹർഷി ചവിട്ടിയതാണ്, ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയണ, പാദസ്പർശം എനിക്ക് എന്റെ പാപങ്ങളെല്ലാം നശിപ്പിച്ചു. ലക്ഷ്മി എന്റെ മാറിൽ അങ്ങയുടെ പാദസ്പർശം ഉണ്ടായ സ്ഥലത്തിൽ നിത്യവും വസിക്കും. അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യാ ആസമേകാന്ത ഭാജനം
വത്സ്യതി ഉരസി മേ ഭൂതിർ ഭവത്പാദ ഹതാം ഹസാഹാം. ശ്ലോകം 13. ശ്രീശുകവാചാം ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാഗിരാം നിർവൃതത്തർപ്പിതസ്തൂഷ്ണീം ഭക്തി ഉത്കണ്ഠോശ്രുലോചനാം. ഏവം ബ്രുവാണേ വൈകുണ്ഠേ, വൈകുണ്ഠൻ വൈകുണ്ഠനാഥനായ ശ്രീനാരായണൻ ഏവം ഇപ്രകാരം ബ്രുവാണേ പറഞ്ഞപ്പോൾ തൻ മന്ത്രയ ഗിര തന്റെ ഗംഭീരമായ വാക്കിനാൽ നിർവൃതക സുഖിക്കപ്പെട്ടവനും തർപ്പിത സന്തോഷിക്കപ്പെട്ടവനുമായ ഭൃഗു ഭക്തി ഉത്കണ്ഠ ഭക്തിയാൽ ഉത്കണ്ഠയോട് കൂടിയവനും അശ്രുലോചന നേത്രങ്ങളിൽ ജലം നിറഞ്ഞവനുമായിട്ട് തുഷ്ണി മിണ്ടാതിരുന്നു. ഭൃഗുവിന് ഇത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ ഭൃഗു മിണ്ടാതിരുന്നു. ഭഗവാന്റെ ഇത്രയും ലാളിത്വവും ആദരവ് കാണിക്കുന്നത്, തന്നോട് ഇത്രയും ചവിട്ടി കൊഴുത്തും ഇങ്ങനെയുള്ള ആദരവ് കാണിക്കുന്ന ഭഗവാനോട് എന്ത് പറയാൻ, അതുകൊണ്ട് ഭൃഗു മിണ്ടാതിരുന്നു. ശ്രീശുഗോവാച ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാഗിരാം നിർവൃതത്തർപ്പിത തൂഷ്ണീം ഭക്തി ഉത്കണ്ഠോശ്രുലോചന. ശ്ലോകം 14. പുനശ്ച സത്രമാവൃജ്യ മുനീനാം ബ്രഹ്മവാദിനം സ്വാനുഭൂതമശേഷേണ രാജൻ ഭൃഗുർ അവർണയത്. പുനഃ ച പിന്നെ സത്രം ആവൃജ്യ മുനിനാം ബ്രഹ്മവാദിന ബ്രഹ്മവാദിനാം മുനിനാം സത്രം ആവൃജ്യ ബ്രഹ്മവാദികളായ മുനികളുടെ സത്രത്തില് ഭൃഗു തിരിച്ചുപോയി. അപ്പൊ ഇവിടെ എല്ലാം പോയി, ബ്രഹ്മലോകത്തും കൈലാസത്തും വൈകുണ്ഠത്തിലെല്ലാം പോയിട്ട് ഭൃഗു തിരിച്ച് പോയി. കാര്യങ്ങൾ വിസ്തരിക്കണ്ടേ? പോയിട്ട് ഹേ രാജാവേ സ്വാനുഭൂതം തന്നാൽ അനുഭവിക്കപ്പെട്ടതിനെ അശേഷേണ മുഴുവനും ഭൃഗു അവർണയ എല്ലാം അവർക്ക് വർണ്ണിച്ചു കൊടുത്തു. പുനശ്ച സത്രമാവൃജ്യ മുനിനാം ബ്രഹ്മവാദിനാം സ്വാനുഭൂതമശേഷേണ രാജൻ ഭൃഗുരവർണയ. ശ്ലോകം 15. തന്നിശമ്യാത മുനയോ വിസ്മിതാമുക്ത സംശയ ഭൂയാംസം ശ്രദ്ധദുർ വിഷ്ണും യതശാന്തിർ യതോഭയം. തന്നിശമ്യാത മുനയഃ വിസ്മിത മുക്ത സംശയ മുനയഃ മുനികൾ തത് അതിനെ നിശമ്യ കേട്ടിട്ട് വിസ്മിത ആശ്ചര്യയുക്തരായി മുക്ത സംശയം തീർന്നു. ആരാണ് മഹാൻ, ആരാണ് ശ്രേഷ്ഠൻ, ആരാണ് സത്വഗുണം ഉള്ളവനെന്ന് അവർക്ക് സംശയമേയില്ല. വിഷ്ണുവിനെ ഭൂയാംസം മഹത്തമനായിട്ട് ശ്രദ്ധിച്ചു നിശ്ചയിച്ചു. യതഹ യാതൊരുവനിൽ ശാന്തിയുണ്ടോ, യതഹ യാതൊരുവനിൽ നിന്ന് അഭയം രക്ഷ കിട്ടുമോ, അവനാണ് ഏറ്റവും മഹാൻ. അപ്പൊ യാതൊരുവനാണോ ശാന്തചിത്തനായിട്ടിരിക്കുന്നത്, യാതൊരിൽ നിന്നാണ് നമുക്ക് അഭയം രക്ഷ കിട്ടുന്നുവോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പൊ അത് വിഷ്ണു തന്നെ എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. തന്നിശമ്യാത മുനയോ വിസ്മിതാമുക്ത സംശയാക ഭൂയാംസം ശ്രദ്ധദുർവിഷ്ണും യഥശാന്തിർയതോ ഭയം. ശ്ലോകം 16. ധർമ്മസാക്ഷാത് യതോ ജ്ഞാനം വൈരാഗ്യം ച തദന്വിതം ഐശ്വര്യം ചാഷ്ടതാ യസ്മാ യശശ്ചാമലാപകം. ധർമ്മ സാക്ഷാത് യതഃ ജ്ഞാനം യതഃ യാതൊന്നു ഹേതുവായിട്ട് യസ്മാത് യാതൊന്നിൽ നിന്ന് സാക്ഷാത് യഥാർത്ഥമായ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യം വിരക്തിയും തദന്വിതം അതോടുകൂടിയ അഷ്ടധ 8 വിധമുള്ള ഐശ്വര്യവും ആത്മമലാപകം ആത്മാവിന്റെ ദോഷത്തെ നശിപ്പിക്കുന്ന യശ കീർത്തിയും ഭവിക്കുന്നുവോ ആ മഹാവിഷ്ണു തന്നെയാണ് ഏറ്റവും കൂടുതൽ മാഹാത്മ്യം അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആ മഹാവിഷ്ണു തന്നെ എന്ന് മനസ്സിലായി. അപ്പൊ ഏതരത്തിൽ നിന്ന് ധർമ്മം പ്രവർത്തിക്കുന്നുവോ, ജ്ഞാനം ഉണ്ടാകുന്നുവോ, വിഷയവൈരാഗ്യം ഉണ്ടാകുന്നുവോ, അണിമാതി 8 ഐശ്വര്യങ്ങൾ ഉണ്ടോ, ശ്രവണ പാരായണാദികൾ കൊണ്ട് അന്ധകരണ മലത്തെ നശിപ്പിക്കുന്ന കീർത്തിയും യാതൊരുവിനിൽ നിന്നുണ്ടാകുന്നുവോ, അപ്രകാരമിരിക്കുന്ന വിഷ്ണു തന്നെയാണ് പുരുഷോത്തമൻ എന്ന് മനസ്സിലായി. ധർമ്മസാക്ഷാദേതോ ജ്ഞാനം വൈരാഗ്യം ച തദന്വിതം ഐശ്വര്യം ചാഷ്ടതാ യസ്മാത് യശശ്ചാത്മലാഭകം. ശ്ലോകം 17.
മുനിനാ ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതിയും. മുനിനാം ന്യസ്തദണ്ഡാനാം, ഉപേക്ഷിക്കപ്പെട്ട പരദ്രോഹത്തോടു കൂടിയവരും, ശാന്താനാം മനഃശാന്തിയെ പ്രാപിച്ചവരും, സമചേതസ സമമായി ബ്രഹ്മത്തിൽ മനസ്സിലെ വച്ചവരും, അകിഞ്ചനാനാം ഒന്നും ആഗ്രഹിക്കാത്തവരും, സാധുനാം പരന്മാരെ അനുഗ്രഹിക്കുന്നവരുമായ മുനികളുടെ ഉത്കൃഷ്ടമായ ഗതിയും പ്രാപ്യസ്ഥാനമായിട്ട് യാതൊരുവനെ ആഹു പറയുന്നു. അപ്പൊ മുനിമാരുടെ പ്രാപ്യസ്ഥാനമായിട്ട് ആരെ പറയുന്നുവോ, അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട പരദ്രോഹത്തോടുകൂടിയും മനഃശാന്തി പ്രാപിച്ചവരും, സമമായി ബ്രഹ്മത്തിൽ മനസ്സിനെ ചരിക്കുന്നവനും, ഒന്നിനെ ആഗ്രഹിക്കാത്തവരും, പരന്മാരെ അനുഗ്രഹിക്കുന്നതുമായ മുനികളുടെ ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനമായ വിഷ്ണു തന്നെയാണ് ഏറ്റവും ഉത്തമൻ എന്ന് അവർക്ക് മനസ്സിലായി. മുനിനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമ്മാഹു പരമാം ഗതിം. ശ്ലോകം 18. സത്വം യസ്യ പ്രിയാമൂർത്തിം ബ്രാഹ്മണാസ്തുഷ്ടദേവത ഭജന്ത്യനാശിഷ ശാന്ത യം വാ നിപുണബുദ്ധയാം. സത്വം യസ്യ പ്രിയാമൂർത്തി. സത്വഗുണം യാതൊരുവന്റെ പ്രിയ ഇഷ്ടമായ മൂർത്തി സ്വരൂപമാണോ. ബ്രാഹ്മണ തു ഇഷ്ടദേവത, ബ്രാഹ്മണൻ ആരുടെ ഇഷ്ടദേവതകളാണോ. ഭജന്തി അനാശിഷ ശാന്ത, അനാശിഷ ആശയില്ലാത്തവരും ശാന്തന്മാരുമായ നിപുണബുദ്ധയ കുശലമതികൾ എംവ യാതൊരുത്തനെ ഭജിക്കുന്നുവോ ആ ശ്രീനാരായണൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നവർക്ക് മനസ്സിലായി. അപ്പൊ ഏതൊരുവൻ ശുദ്ധമായ സത്വഗുണത്തെ പ്രകടിപ്പിക്കുന്നുവോ, സത്വഗുണമൂർത്തിയാണല്ലോ ഭഗവാൻ, അങ്ങനെ മൂർത്തി ഭാവം ധരിച്ചിരിക്കുന്നുവോ, ഏതൊരുവൻ ബ്രാഹ്മണരെ ഇഷ്ടദേവതകളായി ഭജിക്കുന്നുവോ, യാതൊന്നിലും ആശയില്ലാത്തതും ശാന്തഗുണയുക്തനുമായ വിവേകികൾ മറ്റെല്ലാ ദേവന്മാരെ ഉപേക്ഷിച്ച് യാതൊരുവനെ ഭജിക്കുന്നുവോ ആ ശ്രീനാരായണൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നവർക്ക് മനസ്സിലായി. ശ്ലോകം 19. ത്രിപിധാകൃതയസ്തസ്യ രാക്ഷസാസുരാസുര ഗുണിന്യാമായയാ സൃഷ്ട്വാ സത്വം തത് തീർത്ഥസാധനം. ത്രിപിധാകൃതയസ്തസ്യ രാക്ഷസ അസുരാസുര ഗുണിന്യാമായയാ സൃഷ്ട്വാ. ഗുണയുക്തമായ മായയാൽ രാക്ഷസന്മാർ, അസുരന്മാർ, ദേവന്മാർ എന്ന ത്രിവിധ 3 വിധമുള്ള ആകൃതികൾ തസ്യ അവന് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ രാക്ഷസന്മാരെയും ദേവന്മാരെയും അസുരന്മാരെയും എല്ലാം 3 വിധ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. തതഹ അവയിൽ വച്ച് സത്വഗുണം തീർത്ഥസ്ഥാനം ശുദ്ധിഹേതകം, അതായത് അവയിൽ വച്ച് സത്വഗുണം തന്നെ, സത്വഗുണപ്രധാനമായിരിക്കുന്ന മൂർത്തി തന്നെ ഭജിക്കുന്നവരുടെ അന്ധകരണ ചാബല്യത്തെ നശിപ്പിച്ച് മോക്ഷ പ്രതിബന്ധങ്ങളായിരിക്കുന്ന പാപങ്ങളെ തീർത്ത് പരിശുദ്ധി ജനിപ്പിക്കുന്നത്. ത്രിവിധാകൃതസ്തസ്യ രാക്ഷസാസുരാസുര ഗുണിന്യാമായയാ സൃഷ്ട്വാ സത്വം തത്തീർത്ഥസാധനം. ശ്രീശുകവാച. ശ്ലോകം 20. ഏവം സാരസ്വതാ വിപ്രാ നൃണാം സംശയ അനുത്തയേ പുരുഷസ്യ പദാംഭോജ സേവയാ തദ്ഗതിം ഗതാ. ഏവം ഇപ്രകാരം സരസ്വതി തീരവാസികളായ വിപ്രന്മാർ നൃണാം മനുഷ്യരുടെ സംശയാനുത്തയെ സംശയം തീർക്കാനായിക്കൊണ്ട് പുരുഷന്റെ പദാംഭോജ സേവയ പാദസേവ കൊണ്ട് തദ്ഗതിയും അവനോടുള്ള ഗതിയെ ഗത പ്രാപിച്ചവരായി ഭവിച്ചു. അങ്ങനെ സരസ്വതി തീര നിവാസികളായ ആ ബ്രാഹ്മണർ മനുഷ്യരുടെ സംശയം തീർക്കാനായിക്കൊണ്ട് ത്രിമൂർത്തികളെ പരീക്ഷിച്ച് വിഷ്ണു തന്നെ സേവ്യനെന്ന് നിശ്ചയിച്ചു. പരമപുരുഷനായ ആ ശ്രീനാരായണന്റെ പാദപത്മത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അവർ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. ശ്രീശുകവാച. ഏവം സരസ്വതാ വിപ്ര നൃണാം സംശയനുത്തമേ പുരുഷസ്യ പദാംഭോജ സേവയാ തദ്ഗതിം ഗതാ. സൂതവാച. ഇത്യേതത് മുനിസ്തനയാസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയഭിത് പരസ്യ പുംസ സുശ്ലോകം ശ്രവണപുടൈ പിബത്യഭീഷ്ണം പാന്ധോ അധ്വഭ്രമണ പരിശ്രമം ജഹാദി. ഇത് ഇപ്രകാരം ഏതൻ മുനി
തനയാസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയ പരസ്യപുംസ പരപുരുഷന്റെ സുശ്ലോകം ശ്ലാഘനീയവും ഭവഭയഭി സംസാര ഭീതി ശമനവും മുനി തനയാസ്യ പത്മഗന്ധ പീയൂഷ മുനിപുത്രന്റെ താമര പോലിരിക്കുന്ന മുഖത്തു നിന്നും പുറപ്പെട്ട അമൃതവുമായ ഏതത് ഇതിനെ ശ്രവണപുടൈ ശ്രോത്രങ്ങളാകുന്ന പാത്രങ്ങൾ കൊണ്ട് അഭീഷ്ണശ ഏറ്റവും പിബതി പാനം ചെയ്യുന്നവർ പാന്ത വഴിയാത്രക്കാരൻ അധ്വഭ്രമണ പരിശ്രമം വഴിയിൽ നടന്നു തിരിഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തെ ജഹാദി എങ്ങനെ ഉപേക്ഷിക്കുന്നുവോ അതുപോലെ, അതായത് ഇവിടെ പറയുന്നത് ശ്രീശുവന്റെ മുഖത്തു നിന്നും മുഖപത്മത്തിൽ നിന്നും ഒഴുകിയ അമൃത് സംസാരഭീതിയെ നിശേഷം നശിപ്പിക്കുന്നു. അത് സമർത്ഥമായും ശ്രാവ്യവുമായിരിക്കുന്ന പരമപുരുഷന്റെ ചരിത്രത്തെ ഏറ്റവും ആദരവോടെ കേൾക്കുന്ന ഈ ചരിത്രത്തെ ഏറ്റവും ആദരവോടെ കേൾക്കുന്നവൻ വഴിയാത്രക്കാരൻ വഴി നടന്നുണ്ടാകുന്ന ക്ഷീണത്തെ തീരെ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പൊ വഴി യാത്രക്കാരൻ തളർന്നു വന്നാലും ഭഗവാന്റെ ഈ അമൃത വാണി കേട്ടാൽ, അമൃതരസം തുളുമ്പുന്ന ഭഗവാന്റെ ചരിത്രം കേട്ടാൽ ആ ക്ഷീണമെല്ലാം മാറും. അപ്പൊ അതുപോലെ സംസാരത്തിൽ നിന്ന് നമുക്ക് മോചനവും കിട്ടും. അപ്പോ ജനിക്കുക മരിക്കുക എന്നുള്ള ആ ഭാവത്തെ, ജീവഭാവത്തെ ഉപേക്ഷിച്ച് മുക്തനായി ഭവിക്കുന്നു. ഭഗവാന്റെ ഈ ചരിത്രം കേൾക്കുന്നത് അത് ആരുടെ മുഖത്തു നിന്ന്? ശ്രീശുഖന്റെ മുഖത്തു നിന്നു കേട്ട അമൃതവാണി. സൂതവാച ഇത്യേതത് മുനിസ്തനയാസ്യ മുനിതനയാസ്യ പത്മഗന്ധ പീയൂഷം ഭയഭവവിത് പരസ്യ പുംസ സുശ്ലോകം ശ്രവണപുടൈ പിബത്യഭീഷ്ണം പാന്തോധ്വഭ്രമണ പരിശ്രമം ജഗാതി. മുനി തനയസ്യ എന്ന് പറഞ്ഞാല് മുനിയുടെ തനയൻ, അതായത് വ്യാസന്റെ പുത്രൻ ശ്രീശുഖന്റെ മുഖത്തു നിന്നും ആ ഉദ്ഗളിച്ച ആ അമൃതം പോലെയുള്ള ആ ഭഗവാന്റെ ചരിത്രം നമ്മൾ കേട്ടാൽ നമുക്ക് മുക്തിയുണ്ടാകും. ഇന്ന് നമുക്കിവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.